ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ ചക്ക നമുക്ക് ഇപ്പോൾ ഡെയിലി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ചക്കയായാലും പപ്പായ ആയാലും മാങ്ങയായാലും ഒന്നിനും നമ്മുടെ ഇവിടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഒന്നിനും ക്ഷാമമില്ല. ഇന്നും നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് കറിയൊന്നും വെക്കുകയല്ല, കുറച്ചെടുത്ത് പഴുപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് വെങ്കണ്ണി ചക്കയാണ് കേട്ടോ. വെങ്കണ്ണി ചക്കയെന്ന് അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. എനിക്ക് ചക്ക വരിക്ക കൂഴ എന്ന് മാത്രമേ അറിയൂ. അപ്പോൾ ഇത് വെങ്കണ്ണി കൂഴ ചക്കയാണ്. ഇത് അധികം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഴുത്ത് കുളമായി പോകും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ചുളയെല്ലാം മാറ്റി വെച്ചിട്ട് അടച്ചു വെച്ച് പഴുപ്പിക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് പഴുപ്പിക്കാൻ വേണ്ടി ചുളയെല്ലാം പറിച്ചെടുക്കുകയാണ് കേട്ടോ. കുരു വേറെ ആക്കി വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ കൈയൊക്കെ ഒന്ന് തുടച്ചെടുത്താലല്ലേ ആ ചുളയൊക്കെ നല്ല രീതിയിൽ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കേശൂട്ടൻ സൂത്തി ഇവിടെ അടുത്തിരിപ്പുണ്ട്. പക്ഷേ ചക്കക്കുരുവൊക്കെ ആൾ കണ്ടു കഴിഞ്ഞാൽ കൈ എടുത്ത് വെക്കും. അപ്പോൾ വായിലിട്ടാലോ എന്നുള്ള പേടിയിൽ നമ്മളിതൊന്നും അടുത്ത് വെക്കാറില്ല, എല്ലായിടത്തും മാറ്റി വെക്കും. ദേ എൻ്റെ സൂതി വന്ന് അടുത്തിരിപ്പുണ്ട് കേട്ടോ. അവനിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇരുന്ന് എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലതൊക്കെ എടുത്ത് അവൻ വായിലൊക്കെ വെച്ച് തിന്ന് നോക്കുന്നുണ്ട്. അപ്പം ഡപ്പയ്ക്കകത്താക്കി ഞാൻ അടച്ച് വെച്ച് നാളെ പഴുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിരിക്കുകയാണ് കേട്ടോ. അപ്പം നാളെ കഴിക്കാം.